ഞാനിപ്പോൾ നിൽക്കുന്നത് ചൈതന്യ എന്ന് പറയുന്ന കൃഷിക്കൂട്ടത്തിൻ്റെ ഫീൽഡിലാണ്. കടക്കരപ്പള്ളി കൃഷിഭവൻ പരിധിയിലെ ഏറ്റവും മികച്ച ഒരു കൃഷിക്കൂട്ടമാണ് ചൈതന്യ ഗ്രൂപ്പ്. ഇവരുടെ പ്രത്യേകത എന്തെന്നാൽ വർഷം മുഴുവനും പച്ചക്കറി കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ്. ഏകദേശം 1.5 ഏക്കറിലായിട്ടാണ് ഇവർ പച്ചക്കറി കൃഷി വിളവെടുക്കുന്നത്. പച്ചക്കറി കൃഷി ഇവർ മികച്ച ഒരു വരുമാന മാർഗമായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇവർ കൃഷിയിൽ നിന്ന് കണ്ടെത്തുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് നീക്കി വെച്ചുകൊണ്ട് എല്ലാ വർഷവും ഓരോരുത്തരും ഓരോ പവൻ്റെ സ്വർണം വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. ഗ്രൂപ്പിൻ്റെ പേര് ചൈതന്യ കൃഷി ഗ്രൂപ്പ് എന്നാണ്. ഞാൻ അതിൻ്റെ പ്രസിഡൻറ്റ്. എൻ്റെ പേര് ഇന്ദു ബാലചന്ദ്രൻ. ഇത് സെക്രട്ടറി ആശ, ശ്രീദേവി, ഗീത, പിന്നെ ഒരു ചേച്ചിയുണ്ട്, അത് വന്നിട്ടില്ല, രമണി. ഞങ്ങളിതിപ്പോൾ 2009 തുടങ്ങിയ കൃഷി ഗ്രൂപ്പാണ്. ഞങ്ങൾ തൊഴിലുറപ്പിൽ ഇങ്ങനെ ഓരോ വീടുകളിൽ പണിക്ക് പോയപ്പോൾ അപ്പം ഞങ്ങൾ തന്നെ ഇങ്ങനെ തീരുമാനം എടുത്താണ് നമുക്ക് കുറച്ച് സ്ഥലം എവിടെയെങ്കിലും ചോദിച്ച് മേടിച്ചിട്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്തെന്നാൽ അതിൻ്റെ ലാഭം നമുക്ക് എടുക്കാൻ പറ്റുകയില്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ 2009 സ്വന്തമായിട്ട് ആ സാറിനോട് എന്ന് ചോദിച്ചിട്ട് സ്ഥലം മേടിച്ച് ഞങ്ങൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചതാണ്. ഇപ്പോൾ 13-14 വർഷമാകുമ്പോൾ ഞങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങളിതിന് ഞങ്ങളുടെ ഒരു തൊഴിലായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. രാവിലെ ഞങ്ങളുടെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മണിയാകുമ്പോൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഞങ്ങളിവിടെ വരികയും ഇതിനെ പരിപാലിച്ച് ഇതിൻ്റെ കിട്ടുന്ന അതിൻ്റെ വിളകൾ ഞങ്ങൾ ഈ റോഡിൽ നിന്ന് വിറ്റിട്ട് ഞങ്ങൾ അത്യാവശ്യം ജീവിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ വർഷവും അതിനനുസരിച്ചുള്ള എന്തെങ്കിലും സ്വർണം മേടിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്കത് പണയം വെച്ചാണെങ്കിലും എന്തെങ്കിലും കാര്യം സാധിക്കാതെ തന്നെയല്ല നമ്മൾ ചെയ്തിട്ട് എന്തുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കിട്ടണ പൈസയ്ക്ക് എന്തെങ്കിലും അതിനനുസരിച്ചുള്ള സ്വർണ്ണമൊക്കെ എന്തെങ്കിലും മേടിച്ച് എല്ലാ വർഷവും ഞങ്ങൾ വയ്ക്കും. തികച്ചും ജൈവ ഉൽപ്പന്നങ്ങളാണ് ഇവർ വിപണനം ചെയ്യുന്നത്. വിപുലമായ ഒരു മാർക്കറ്റിംഗ് രീതികളും ഇവർ ചെയ്യുന്നില്ല. വളരെ ലളിതമായിട്ട് കൃഷിസ്ഥലത്തിനോട് ചേർന്നിട്ടുള്ള റോഡിൻ്റെ സൈഡിൽ അവർ വിൽപ്പനക്കായി സാധനങ്ങൾ നിരത്തുകയും ഗുണഭോക്താക്കൾ ഇവരെ തേടി എത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യണത് ചീരയാണ് നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുന്ന സാധനം. 28 ദിവസമാകുമ്പോൾ നമുക്ക് ചീര പറിച്ചിട്ട് അതിൻ്റെ വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഇതിൽ നിൽക്കുന്നത് ചീരയാണ്. പിന്നെ വെണ്ട, പാവൽ, പയർ, പീച്ചിൽ, വഴുതന, പച്ചമുളക്, തക്കാളി, കഴിഞ്ഞ വർഷം കുക്കുംബർ ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഉള്ളി, ഇങ്ങനെയെല്ലാം അതായത് അതിൻ്റെ ആ സീസൺ അനുസരിച്ച് ഞങ്ങൾ കൃഷി ചെയ്യുക. ഇവരുടെ കൂട്ടായ്മ കൃത്യമായി മീറ്റിങ്ങുകൾ കൂടുകയും കൃത്യമായി പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള ആസൂത്രണങ്ങൾ നടത്തുകയും പണമിടപാടുകളും മറ്റും കൃത്യമായി വിവരിച്ച് കൊണ്ട് മിനിറ്റ്സ് രൂപത്തിലാക്കി വളരെ സുതാര്യതയോടുകൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കൃഷിക്കൂട്ടമാണ് ചൈതന്യ കൃഷിക്കൂട്ടം. കൃഷി വകുപ്പിൻ്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആനുകൂല്യം നമ്മൾ ഈ ചൈതന്യ കൃഷിക്കൂട്ടത്തിന് നൽകിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൃഷിഭവൻ്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്കുണ്ട്. അതപ്പോൾ ഓരോ പ്രാവശ്യം വന്നിരിക്കുന്ന കൃഷി ഓഫീസർമാരാണെങ്കിലും നമ്മളുമായിട്ട് നല്ല സഹകരണത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നല്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം, ചെടികൾക്ക് എന്തെങ്കിലും ഒരു വാട്ടം അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾ കൃഷി ഓഫീസറെ വിളിച്ച് അപ്പം തന്നെ വരികയും അതിൻ്റെ ഇതൊക്കെ കുറിച്ച് തരികയും നല്ല സഹകരണമുണ്ട്. പിന്നെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ കൃഷിമന്ത്രി 2-3 തവണ നമ്മുടെ ഈ കൃഷിസ്ഥലം സന്ദർശിക്കുകയും സാറിന് വലിയ സന്തോഷമായിട്ട് പോവുകയും കൂടി ചെയ്തതാണ്. പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളുടെ വാർഡ് മെമ്പറും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് വാർഡ് മെമ്പറും ഉണ്ട്.